നമുക്കൊന്ന് മഴത്തുള്ളിപ്പാറ വരെ പോയി വരാം. ഞാനിന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒറ്റ മൈൻഡിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക്. അപ്പം നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഞാൻ പറയുന്ന പോലെ എടുക്കാം ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ എണീറ്റമ്പാടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കലാണ് ഞാൻ ചെയ്യൽ. അപ്പം നമ്മൾ നിന്നിട്ടൊന്നല്ല കുടിക്കൽ, ഇരുന്നിട്ടാണ് കുടിക്കൽ. പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈലൊന്നും നോക്കണ്ട, അത് ഉറങ്ങി എണീറ്റതിൻ്റെ പ്രശ്നമാണ്. ഫുഡ് എന്താ ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ നമുക്ക് കോഴിമുട്ട പൊരിക്കാം. അല്ലേ വേണ്ട, നമുക്ക് ഒരു നേന്ത്രപ്പഴം ഉണ്ട്, അത് കഴിക്കാം രാവിലെ തന്നെ. വെറും വയറ്റിൽ അത് കഴിച്ചാൽ എണീറ്റമ്പാടെ നേന്ത്രപ്പഴം കഴിക്കുന്നത് നല്ലതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. ലെറ്റ്സ് ഈറ്റ് ദിസ് പഴം ഗൈസ്. അങ്ങനെ അത് കഴിച്ചിട്ട് ഇനി കുളിച്ചിട്ട് ബാക്കി പരിപാടി ആവാന്ന് വിചാരിച്ചു. എനിക്ക് അത്യാവശ്യം ലെങ്ത് ഉള്ള ഹെയർ ആയിരുന്നു, പക്ഷെ ഞാൻ ഷോർട്ട് ആക്കിയതിനെ കൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടലുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. ദോശ അപ്പം അമ്മ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വാരി വലിച്ചിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇത് എപ്പോഴും അങ്ങനെ തോന്നുന്നില്ല, പക്ഷേ തോന്നിയാൽ ഞാൻ റെഡിയാക്കിയൊക്കെ വെക്കും. പിന്നെ ഇതുപോലെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കുമ്പോൾ ഒരുവിധം പണിയൊക്കെ എടുക്കും. അന്നപ്പം അമ്മ പറയുമോ എന്നാ ഡെയിലി ഡേ ഇൻ മൈ ലൈഫ് ഇട്ടോണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ കാണുന്ന പോലെ അത്ര ഈസി ഒന്നല്ല ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കാൻ, കുറച്ച് ടാസ്ക്കാണ്. ഇനിയിപ്പം എനിക്കിതൊന്നും ശീലമില്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയൂല കേട്ടോ. ഇപ്പം നല്ല ചൂടായതിനെ കൊണ്ട് നമുക്ക് വത്തക്ക മുറിച്ചിട്ട് തിന്നാം. ഓക്കെ, സ്വന്തം പാട്ട് കേട്ട് ആസ്വദിക്കുകയാണ് ഗൈസ്. എൻ്റെ അനിയത്തി എക്സാം ആണൊക്കെ വരുന്നത്, എന്നിട്ട് പാട്ട് പാടുന്നതിന് ഒരു കുറവുമില്ല. പക്ഷെ ഇത് പോസ്റ്റ് ചെയ്യുക അതുമില്ല. യൂട്യൂബിൽ എപ്പോഴെങ്കിലും ഇടും തോന്നും. ലെറ്റ്സ് കട്ട് ദിസ് വത്തക്ക. പീസ് പീസ് ആയിട്ട് മുറിക്കാം. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഒരു ട്രൈപോഡിൻ്റെ സഹായത്തോടെയാണ്. എന്നിപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ എന്താ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. കാരണം നമ്മളെന്ത് പണി ചെയ്യുകയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യാൻ ഒരാൾ വേണമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മീഷോന്നൊരു 200-300 റുപ്പീസിന് ഒരു ട്രൈപോഡ് വാങ്ങി. അപ്പോൾ ആ ട്രൈപോഡ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഓരോ ക്ലിപ്സും എടുക്കുന്നത്. എഫേർട്ട് ഇടുന്നുണ്ട് വീഡിയോസിനൊക്കെ. പിന്നെ എഡിറ്റിംഗ് ഒന്നും ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ സ്റ്റാർട്ടിങ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടിട്ട് കോൺഫിഡൻസ് ആയാൽ നല്ല എഡിറ്റ്സും കാര്യങ്ങളൊക്കെ വീഡിയോ കൊണ്ടുവരണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ റീലിലൊരു പ്ലേസ് കണ്ടിക്കും, മറ്റേ മയത്തുള്ളിപ്പാറയോ അങ്ങനെ എന്തൊരു പറ, ഒരു ഹിഡൻ സ്പോട്ടാണ്, കുറച്ച് ലോങ് ആണ്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് നോക്കാം ബാക്കി വിശേഷങ്ങൾ. പക്ഷേ എപ്പോഴും ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിക്കണമെന്നില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് മൂഡ് ഉണ്ടാവില്ല, ചിലപ്പോൾ അതിന് പറ്റിയൊരു സാഹചര്യം ഉണ്ടാവണമെന്നില്ല. പക്ഷേ പറ്റുന്ന സമയം നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും ചെയ്തല്ലോ. ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ട് എത്രയോ നല്ലതാണ് എന്തെങ്കിലും കുറച്ച് തന്നെ ചെയ്യുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം നമുക്ക് റെഡി ആവാം. അതിൻ്റെ ഇടയ്ക്ക് ഓള് വേർപ്പിക്കും. കൊളാക്കി എന്താ ചെയ്യാ, എൻ്റെ രീതി ഇങ്ങനെയാണ്. ഓ വന്നിട്ടുണ്ട്, എന്നപ്പോൾ നമുക്ക് ഇറങ്ങാലേ. നമുക്കൊന്ന് മഴത്തുള്ളിപ്പാറ വരെ പോയി വരാം. അപ്പൊ ഈ റീല് കണ്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നമുക്ക് പോയാലോ, അന്നപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് പോയാലോ. ഇത് കുറച്ച് ലോങ് ആണ്, അന്നപ്പോൾ നമ്മൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഇനി കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയാൽ എന്തൊക്കെയായിരിക്കും കാണാനുണ്ടാവുക, അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോയി. ഈ പ്ലേസ് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏരിയയിൽ വരുന്നതാണ്. ഹായ് ഗായ്സ്, അപ്പം നമ്മൾ മയത്തുള്ളിപ്പാറയല്ലേനു, മീൻതുള്ളിപ്പാറയേനു. അപ്പം അവിടെ ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. പറഞ്ഞതിൽ മിസ്റ്റേക്ക് പറ്റി. ആ വീഡിയോയിൽ മീൻതുള്ളിപ്പാറ എന്നായിരുന്നു, പക്ഷെ ഞങ്ങൾ പിന്നെ വേനൊക്കെ പറഞ്ഞു മയത്തുള്ളിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ മയത്തുള്ളിയായി, ഞങ്ങൾ പേര് മാറ്റിയിട്ട്. അപ്പം ഇവിടെ എത്തി. ഇവിടെ വ്യൂ ഇതാണ്. അപ്പോൾ വേറൊരു സ്പോട്ടും കൂടി ഉണ്ട്, അത് അപ്പുറത്താണ്. അപ്പം അപ്പുറം പോകാനാണ് ഞങ്ങൾ
പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് ഒരു ലൈവ് ഇടാനൊക്കെ നോക്കുന്നുണ്ട്. നല്ല സ്ഥലമാണ്. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥേനെ നോക്കണ്ട, ഇവിടെയൊക്കെ വെള്ളം കയറുന്നതാണ്. അപ്പുറത്തേക്കൊക്കെ ഒരു മരമൊക്കെ പൊരിഞ്ഞെടുക്കുന്നത് കണ്ടിട്ടുണ്ട്, വലിയ മരം. അതുകൊണ്ട് ഇവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് അടിച്ച് പോകാൻ പറ്റുള്ളൂ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സേഫ് അല്ല, അത്ര ആൾക്കാർ മരിക്കുകയും ചെയ്യുന്നുണ്ട്. വെള്ളത്തിൽ തീരെ ഇറങ്ങാൻ പറ്റില്ല എന്തായാലും. ഇവിടെ ഒക്കെ വെള്ളം വരുന്ന സ്ഥലമാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരൊറ്റ കാരണം കൊണ്ടാണ് ഇവിടെ ഒന്നും വെള്ളമില്ലാത്തത്. അതിപ്പോഴത്തെ ഇതിനോണ്ട് വറ്റി തുടങ്ങി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ചപ്പും ചോറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓരോരോ പ്ലാസ്റ്റിക്കും ഇതൊക്കെ അങ്ങോട്ട് ഒലിച്ചു വന്നീ. പിന്നെ ഈ മരങ്ങളൊക്കെ ഇവിടെ കടപൊഴി നിൽക്കുന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഗൈസ്, ഇതൊക്കെ ഒഴുക്കപ്പെട്ടിട്ട് പൊരിഞ്ഞു പോയ മരങ്ങളാണ്. അപ്പൊ വേറൊരു വലിയ മരവും കൂടി ഉണ്ട്. അതിന്റെ അടിയിൽ തന്നെ കണ്ടില്ലേ കുറേ പാറേന്റെ കല്ലുകളൊക്കെ ഉണ്ട്. പൊരിഞ്ഞു പോകുന്നതാണ്. അത് വേരോടൊക്കെ തന്നെ ഒരാളെ ഹൈറ്റിനെക്കാട്ട് അപ്പുറം ഉണ്ട് ഇതിന്റെ വേര്. നോക്കിയാൽ കാണാൻ പറ്റുമോ, ഓരോ ചപ്പും ചവറും ഒക്കെ തന്നെ ഈ ഒഴുക്കപ്പെട്ടിട്ട് മൊത്തം മരങ്ങളിലും എവിടെ എവിടെയൊക്കെ പറ്റി പിടിച്ച് കിടക്കുന്നത്. അതെ, നമുക്ക് ഇവിടുന്ന് പോവാം അല്ലേ? നമ്മളെങ്ങോട്ടേക്കാ ഇനി പോന്ന്? വേറൊരു സ്പോട്ട് ഉണ്ട്, അവിടെ വരുന്നുണ്ട്. അതെ, നമ്മള് വരുന്ന വഴിക്ക് കണ്ടിണ്ടായിരുന്നു ഒരു പാറയൊക്കെ ഉള്ള, അവിടേക്ക് പോയേക്കാം. പക്ഷെ ഒരു പള്ളിയൊക്കെ വരുന്നുണ്ട്. കുരിശുപള്ളി. പോകാം, നമുക്ക് പോകാം. ഗൈസ്, നമ്മള് പുതിയ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ ഗൈസ്, നല്ല സ്ഥലമാണ് ഗൈസ്. സൺലൈറ്റ് ഒക്കെ ആയിട്ട് നല്ല ഈവനിങ് വൈബ് ഉണ്ട്. എന്ത് പറണ്ടോ, പാറ ഉണ്ട്, നല്ല അടിപൊളിയാ. പിന്നെ ഇവിടെ കുറെ ആൾക്കാർ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. നിലത്തൊക്കെ മറ്റേ കല്ലുകളുണ്ട്. നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. നല്ല ഒഴുക്കുള്ള വെള്ളവും പിന്നെ ചുറ്റില് ഫുള്ള് എന്താ വെള്ളം കുറച്ച് കുറവാണ്. അടിപൊളി സ്പോട്ടാണ്, എന്താ പറയണ്ട അറിയില്ല. കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു പീസ്ഫുള്ളാണ്, നല്ല സമാധാനമുണ്ട്. എന്നു വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം, കാണാത്ത കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. യെസ്. നമ്മളിപ്പോ ഒരു അങ്ങോട്ട് തിരിഞ്ഞിരുന്ന വെയിലാണ്, അപ്പൊ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു. എന്താണ് വിചാരം? എന്താ നമുക്ക് വീഡിയോ എടുക്കാൻ അറിയില്ലല്ലോ. ഇനി എപ്പോഴാ പഠിപ്പിച്ചു തരണേ? ലൈവിലൊക്കെ നോക്കി സംസാരിക്കും ഓരോരുത്തരും ഓരോരോ. നല്ല സ്ഥലമാണ്. പോയിട്ട് ഫുഡ് കഴിക്കണം, ഇനി ലേറ്റ് ആയാലും ശരിയാവില്ല. സൺസെറ്റ് ഒന്നും ആയില്ല ഗൈസ്, അപ്പം നമ്മൾ പോവാന്ന് വിചാരിച്ചു. ഞങ്ങൾ ലൈവ് ഇട്ടുകൊണ്ട് തന്നെ അങ്ങനെയായിട്ട് സമയം പോയിക്കുക. അതുകൊണ്ട് ഒരുമിച്ച് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും ടൈം കിട്ടിയില്ല. അപ്പം നമ്മൾ പോവാണ് ഗൈസ്, നമുക്ക് പോയി ഫുഡ് കഴിക്കണം, വിശക്കുന്നുണ്ട്. അയ്യോ, എന്നെ പിടിക്കൂല, എന്തോ സ്വഭാവമാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. എന്നെ ഒറ്റയ്ക്കാക്കി പോവും, ഇതൊക്കെയാണോ എൻ്റെ പരിപാടി. നമുക്ക് പോകാം, കയറട്ടെ. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് വേറൊരു സ്പോട്ട് കണ്ട്, ഒരു പാറക്കുളം പോലത്തെ ഒരു സംഭവം. അപ്പം അവിടെ ഇറങ്ങിയിട്ട് അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് ഈ മോളിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുന്നത് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ അധികം നേരം അവിടെ നിന്നില്ല. നമ്മൾ വരുന്ന വഴിക്കുന്ന ഒരു ഫുഡ് കഴിച്ചാലോ എന്ന് നോക്കി, കാരണം കുറേ നേരമായല്ലോ ഫുഡൊന്നും ഇല്ലാണ്ട്. ഇവിടെ എല്ലാവരൊക്കെ നോമ്പ് ഇറക്കുന്നതിന് തിരക്കിലാണ്. അപ്പോൾ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്, അപ്പോൾ എല്ലാം ട്രൈ ചെയ്യണം എന്നുണ്ട്. പക്ഷെ ഞാനിതാ വാങ്ങി. ഇവനാണെങ്കിൽ മയോണൈസ് ഇല്ലാത്ത റൊമാലി റോളും. ഞങ്ങളുടെ നാട്ടിൽ ഇന്നൊരു ജിമ്മിൻ്റെ ഉദ്ഘാടനം ഉണ്ട്. എന്നപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് കയറി ഇറങ്ങണം. അപ്പോൾ ആൽഫ ഫിറ്റ്നസ് സോൺ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയി കണ്ടുവരാൻ വിചാരിച്ചു. അഖിലേച്ചിയാണ് ഇവിടുത്തെ മെയിൻ താരം. എനിക്ക് കോമ്പറ്റീഷന് കണ്ട് പരിചയമുള്ളൂ, അല്ലാണ്ട് അങ്ങനെ പരിചയമൊന്നുമില്ല. ജിം അത്യാവശ്യം പ്രീമിയം സെറ്റപ്പിലാണ് ഇവരെ ബിൽഡ് ചെയ്തെടുത്തത്. എന്നപ്പോൾ നല്ല രസമുണ്ട് കാണാൻ.
ഒരു ഹായ് പറ. ഹായ് പറ. അടിപൊളി. ഗൈസ്, നമ്മൾ ആൽഫ ഫിറ്റ്നസ് എന്ന് ഇറങ്ങിയിരിക്കുന്നു. അപ്പം വരണ്ടവർക്ക് വരാം. അതും പ്രത്യേക തരം എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.